എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഒരു വിദ്യാർത്ഥി ചോദിച്ചൊരു സംശയമായിരുന്നു, എനിക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, അതുകൂടാതെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അഡ്മിഷൻ നേടിയിട്ടില്ലാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ +1 അലോട്ട്മെൻറ്റ് ലഭിച്ചു, എന്നാൽ ഞാൻ അഡ്മിഷൻ നേടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് പ്രോബ്ലം, എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഈ ഒരു രീതിയിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അറിയാത്ത കാരണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാലും, അതായത് ആപ്ലിക്കേഷൻ നമ്പറും +1 ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് എവിടെയോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക്, താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നോക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സിലാണ്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 1ാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനോ ഏതോ ഒരു ഓപ്ഷനോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സമയത്ത് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ മിനിമം ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ, ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റോ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ വിദ്യാർത്ഥികൾ നേടിയിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഓപ്ഷനുകളും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. അതുകൂടാതെ തന്നെ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതും പിന്നീട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതും ആയിരിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറയാം, കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്നാൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ, അതായത് HSC വിഭാഗമാണെങ്കിൽ പിന്നീട് നിങ്ങളെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സിൽ തന്നെ നിങ്ങളെ പരിഗണിക്കുന്നതല്ല, അതായത് പിന്നീട് സപ്ലിമെൻ്ററിക്ക് പോലും അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അവിടെ ആ ഒരു വിദ്യാർത്ഥി ടെമ്പററി അഡ്മിഷൻ നേടി, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു ഓപ്ഷനിലേക്കോ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റദ്ദ് ചെയ്യപ്പെടും. പിന്നീട് ആ ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അതല്ല ആവശ്യമുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു പ്രധാനപ്പെട്ട പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ എനിക്ക് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് കിട്ടിയ സീറ്റ് അവിടെ റദ്ദ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടുത്തെ സീറ്റ് റദ്ദായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഉള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നേടിയ സ്കൂളിലാണ്. അപ്പോൾ നിങ്ങൾ അവിടെ അഡ്മിഷൻ പോയിട്ട്, അതായത് ഒന്നുകിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ്
അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും പിന്നീടുള്ള യാതൊരുവിധ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഒന്നുകിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടണം, അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഡ്മിഷൻ നിങ്ങൾ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും പിന്നീട് വരുന്ന യാതൊരുവിധ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് വെച്ച് സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടേണ്ടതാണ്. ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ ഏത് വിഭാഗത്തിലെ അലോട്ട്മെൻറ്റിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മെറിറ്റ് കോട്ടയിലാണോ അതല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയാണ് അല്ലെങ്കിൽ MRS കോട്ടയാണ്. അതായത് ഇപ്പോൾ ഇവിടെ SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് കോട്ടയാണ്, MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ ഈ ഒരു കോട്ടകളിൽ ഏത് കോട്ടകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാത്തത്, അഡ്മിഷൻ നേടാതെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.